ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ 11 ക്വസ്റ്റ്യൻ ആയിരുന്നു സൈക്കോളജിയുടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലിംഗ നിക്ഷിപ്ത സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഇത് എന്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്? അത് നമുക്കറിയാൻ സാധിക്കും. ഇപ്പം നമ്മൾ സ്കൂളുകളിലെല്ലാം ചെന്നാൽ അവിടെ എന്ത് കാണാൻ സാധിക്കും? നമുക്കൊരു ജെൻഡർ ന്യൂട്രാലിറ്റി കാണാൻ സാധിക്കും അല്ലേ? അതായത് രണ്ട് കൂട്ടർക്കും, ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ രണ്ട് പേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകുന്ന സ്കൂളുകളാണ് നമ്മൾ മിക്കപ്പോഴും കാണുന്നത്. അത് എന്തിന്, അല്ലെങ്കിൽ അത് സ്കൂളുകളിൽ എന്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ലിംഗവിവേചനമാണോ, ലിംഗസ്വത്വമാണോ, ലിംഗസമത്വമാണോ, ലിംഗപക്ഷാപാതമാണോ? എന്തിനു വേണ്ടിയാണ് രണ്ട് കൂട്ടർക്ക് ഒരു ന്യൂട്രാലിറ്റി നമ്മൾ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു ആണ് വലിയ ആളല്ല, പെണ്ണ് എന്ന് പറഞ്ഞ കൂട്ടർ ചെറിയ ആളല്ല എന്നിങ്ങനെ രണ്ട് കൂട്ടർക്കും ഒരേപോലെ ന്യൂട്രാലിറ്റി കൊടുത്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ലിംഗ സമത്വം ഉറപ്പാക്കാനായിട്ട് അല്ലേ? നമ്മുടെ ഇപ്പോൾ സ്കൂളുകളിലെല്ലാം ഉള്ളതല്ലേ ലിംഗ സമത്വത്തിലുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ യൂണിഫോംസ് അല്ലേ? പാൻറ്റും ഷർട്ടും കോട്ടും എല്ലായിടത്തും തന്നെ ആക്കിയിട്ടുണ്ട് അല്ലേ? മിക്കയിടത്തും തന്നെ ഉള്ളതാണ് ഈ പാൻറ്റ് ഷർട്ടും അല്ലേ? കാരണം ആൺകുട്ടികൾക്കും ഒരേ സമയം ഇടാം, അതേസമയം പെൺകുട്ടികൾക്കും അതേപോലെയുള്ള വേഷങ്ങൾ ഇടാമെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ലിംഗസമത്വം ഉറപ്പാക്കാൻ അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി ഉറപ്പാക്കാനായിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ഈ പറഞ്ഞ നമ്മുടെ ഡ്രസ്സ് പാറ്റേൺ എല്ലാം കൊണ്ടുവന്നത്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ രണ്ട് കൂട്ടർക്കും അല്ലേ, രണ്ട് പേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്കൂളുകൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ലിംഗ സമത്വമാണ്, ഓപ്ഷൻ സി ആണ്. ഇനി എന്താണ് ലിംഗവിവേചനം? ഒരു കൂട്ടരെ മാത്രം അല്ലേ, അതായത് നമ്മൾ ഒഴിവാക്കുക. അതായത് ഇപ്പം ക്ലാസ്സിൽ ആൺകുട്ടികൾ മാത്രം നേതാവായാൽ മതി, അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രം എപ്പോഴും സ്കൂൾ ലീഡർ ആയാൽ മതി, ക്ലാസ് ലീഡർ ആയാൽ മതി എന്ന് പറയുവാണെങ്കിൽ അത് ലിംഗവിവേചനമാണ്. ഇനി ലിംഗസ്വത്വം എന്ന് പറഞ്ഞാലോ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയും. അതായത് ഒരു വ്യക്തി താൻ ഏത് ലിംഗത്തിൽപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ തൻ്റെ ലിംഗം ഏതാണ് എന്ന് സ്വയമേ തിരിച്ചറിയുന്നതാണ് ലിംഗസ്വത്വം എന്ന് പറയുന്നത്. ലിംഗപക്ഷാപാതം എന്ന് പറഞ്ഞാലോ ജെൻഡർ ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരോട് മാത്രം സ്നേഹം കാണിക്കുക. അതിപ്പം ആൺകുട്ടികളെ മാത്രം ഫ്രണ്ടിലെഴുത്തി പഠിപ്പിക്കുക, പെൺകുട്ടികളെ മാത്രം അല്ലേ, പെൺകുട്ടികളെ മൊത്തത്തിലങ്ങ് നമ്മൾ അവഗണിക്കും. ഇതുപോലെ തന്നെ പെൺകുട്ടികളെ ആണെങ്കിൽ പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് മാത്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, എല്ലാ കാര്യം അവരെ മാത്രം മുന്നിട്ട് ചെയ്യിപ്പിക്കുക, ആൺകുട്ടികളെ എപ്പാടെ നമ്മൾ തഴഞ്ഞു കളയുക. അങ്ങനെ വരുമ്പോൾ അത് ലിംഗപക്ഷാപാതം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. സോ ഈ പറഞ്ഞ ലിംഗവിവേചനം, ലിംഗസ്വത്വം, ലിംഗസമത്വം, ലിംഗപക്ഷപാതം ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം. മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഈ പറഞ്ഞ ലിംഗവിവേചനം, ലിംഗസ്വത്വം, അതുപോലെ തന്നെ ലിംഗസ്വത്വം ചോദിച്ചിട്ടില്ല, ലിംഗസമത്വം, ലിംഗപക്ഷപാതം, ഈ മൂന്നെണ്ണത്തിൽ നിന്നാണ് എപ്പോഴും തന്നെ പരീക്ഷയ്ക്ക് ആൻസേഴ്സ് വരുന്നത് കേട്ടോ. സോ ആ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അവിടെ ലിംഗവിവേചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി നമുക്കറിയാമല്ലോ, രണ്ട് കൂട്ടർക്ക് ഈക്വലായിട്ട് പോകുന്നത് ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ലിംഗവിവേചനമാണെങ്കിൽ ഒരാളെ നമ്മൾ ഒഴിവാക്കുകയാണ്, പക്ഷേ ലിംഗപക്ഷപാതത്തിൽ നമ്മൾ അവഗണിക്കും കേട്ടോ. രണ്ടാന്ന് ഓർത്തിരിക്കണം. ലിംഗവിവേചനത്തിനകത്ത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ മറ്റേതിനകത്ത് നമ്മൾ അവഗണിക്കും. ഒരു കൂട്ടരോട് മാത്രം ഒരു പക്ഷാപാതം കാണിച്ചുകൊണ്ട് മറ്റേ കൂട്ടരെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് അവഗണിക്കുന്നതാണ് പക്ഷാപാതം തമ്മിലുള്ള വ്യത്യാസത്തിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനിയും ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇത് ഏത് തരം പഠന വൈകല്യമാണെന്ന് തിരിച്ചറിയുക. കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഡിസ്ലെക്സിയ ഉണ്ട്, ഡിസ്ഗ്രാഫിയ ഉണ്ട്, ഡിസ്കാൽക്കുലിയ ഉണ്ട്, ഡിസ്പ്രാക്സിയ ഉണ്ട്. ഏതാണ് കണക്കുമായിട്ട് ബന്ധപ്പെട്ടത്? ആ വാക്കിൽ തന്നെയുണ്ട് ഡിസ്കാൽക്കുലിയ അല്ലേ? കണക്കുമായിട്ട് അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള പ്രശ്നം നേരിടുന്ന അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള പഠന വൈകല്യം നേരിടുന്ന കുട്ടിക്ക് പറയുന്ന പേരാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്ലെക്സിയ? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വായനാ വൈകല്യം നമ്മൾ കോമൺ ആയിട്ട് പറയും കേട്ടോ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായനാ വൈകല്യം കേട്ടോ. ഡിസ്ലെക്സിയ വായനാ വൈകല്യം. ഡിസ്ഗ്രാഫിയ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുവാണ് അല്ലെങ്കിൽ എഴുതുവാണ്. അപ്പോൾ ഓർത്തിരിക്കണം, എഴുത്ത് സംബന്ധമായിട്ടുള്ള വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്ലെക്സിയ വായനാ വൈകല്യം, ഡിഫിക്കൽട്ടി ഫോർ റീഡിങ്, ആൻഡ് ഡിസ്ഗ്രാഫിയ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ഫോർ റൈറ്റിംഗ്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണിതപരമായിട്ടുള്ള വൈകല്യം.
കണക്കുകൾ കൂട്ടാൻ, കുറയ്ക്കാൻ, അതുപോലെ തന്നെ മൈനസ് ചെയ്യാൻ, സബ്സ്ട്രാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഗുണിക്കാൻ, ഹരിക്കാനും ഒക്കെയുള്ള എന്താണ് പാടാണ് ഈ പറഞ്ഞ ഡിസ്കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേശീപരമായിട്ടുള്ള വൈകല്യം, അല്ലെങ്കിൽ നമ്മുടെ നമുക്കറിയാമല്ലോ, നമ്മുടെ കൈകൾ അനക്കാതെ വരിക, കാലുകൾ അനക്കാതെ വരിക, അതുപോലെ തന്നെ കൈയുടെ പൂർണ്ണമായിട്ടുള്ള ചലനം നമുക്ക് സാധ്യമാക്കാൻ പറ്റാതെ വരുന്നത്, കാലുകളുടെ ചലനം, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ചലനം, ഇങ്ങനെ നമുക്ക് പേശി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്താണെന്ന് ഓർത്തിരിക്കണം. ഡിസ്ലെക്സിയ വായനാ വൈകല്യം, ഡിസ്ഗ്രാഫിയ എഴുത്ത് സംബന്ധമായിട്ടുള്ള വൈകല്യം, ഡിസ്കാൽക്കുലിയ ഗണിതപരമായിട്ടുള്ള വൈകല്യം, ഡിസ്പ്രാക്സിയ പേശീപരമായിട്ടുള്ള വൈകല്യം, നമ്മുടെ പേശികൾ അനക്കാൻ പറ്റാതെ വരിക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈകല്യമാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന മാർഗങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ സഹായിക്കുന്ന രീതികൾ കണ്ടെത്തുക. അതായത് നമ്മൾ കുട്ടികൾ സ്കൂളിൽ വന്നാൽ അവിടെ വിജയിക്കാനായിട്ട് സഹായിക്കുന്ന ഏതൊക്കെ രീതികളാണ് താഴെ കൊടുത്തതെന്ന് കണ്ടെത്തണം. ഒന്നാമത്തേത്, അധ്യാപക പഠന പ്രക്രിയ രസകരമാക്കുക. അത് വേണ്ടതാണോ? കുട്ടികളെ സ്കൂളിൽ വിജയിക്കാനായിട്ട് അധ്യാപക പഠന പ്രക്രിയ രസകരമാക്കണം. ശരിയല്ലേ പറഞ്ഞത്? അത് ശരിയാണ്, ടിക്ക് കൊടുക്കുക. അടുത്തത്, ഒഴിവ് സമയങ്ങൾ നൽകുക. ശരിയാണോ? അവർക്ക് കുറച്ചൊക്കെ പഠിക്കാനായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം നൽകുക. ശരിയാണ് അല്ലേ? ഇനി പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകുക. അതായത് നമ്മുടെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഈ പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ പുറമേയുള്ള ആക്ടിവിറ്റീസും നൽകാനായിട്ട് നമ്മൾ അവസരം നൽകുക. ശരിയാണ് അല്ലേ? അടുത്തത്, സ്വയം പഠനത്തിനുള്ള അവസരം നൽകുക. വേണ്ടേ? ശരിയാണ്. അപ്പം കണ്ടോ, 4 പോയിന്റ് ശരിയാണ്. എയും ശരിയാണ്, ബിയും ശരിയാണ്, സിയും ശരിയാണ്, ഡിയും ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ABCD ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കണ്ടോ, 4 പോയിന്റ്. നമുക്കൊരു പോയിന്റ് വായിച്ച പാടെ നമുക്ക് മനസ്സിലാക്കണം ഏതാണ് അവിടുത്തെ പോയിന്റ് എന്ന് ഓർത്തിരിക്കണം. കണ്ടോ, അതായത് കുട്ടികളെ സ്കൂളിൽ വിജയിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഏത് ടൈപ്പ് രീതികളൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, അവിടെ അധ്യാപക പഠന പ്രക്രിയ രസകരമാക്കണം, അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങൾ നമ്മൾ നൽകണം, പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം നൽകണം, അതുപോലെ തന്നെ സ്വയം പഠനത്തിനുള്ള അവസരങ്ങൾ നൽകണം. ഇങ്ങനെ പല രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കുട്ടികളെ സ്കൂളിൽ വിജയിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം. ഇതൊക്കെ പെഡഗോഗി ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെയാണല്ലോ ഒരു ഒബ്വിയസ്ലി ഒരു 4 തൊട്ട് 6 ക്വസ്റ്റ്യൻ വരെ ഒരു പെഡഗോഗിക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കിയുള്ളതേ നമ്മുടെ സിലബസിൽ നിന്ന് വരത്തുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത്, മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നു. കണ്ടോ, എല്ലാ വശങ്ങളും ഇവിടെ നോക്കണ്ട. കണ്ടോ, ഒരു വികസനത്തിന് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളിലുമുള്ള മൂല്യനിർണ്ണയം നമ്മൾ നടത്തുന്നുണ്ട്. ഈ മൂല്യനിർണ്ണയ പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അപ്പോൾ ഓർത്തിരിക്കണം, നാനാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് നമ്മളൊരു കുട്ടിയെ എടുക്കുകയാണെങ്കിൽ ആ കൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും, ആ കൊച്ച് എന്താണോ അല്ലെങ്കിൽ ആ കൊച്ച് എന്തൊക്കെയാണോ സ്കൂളിൽ ചെയ്യുന്നത്, ക്ലാസ്സിൽ ചെയ്യുന്നത്, ക്ലാസ്സിൽ പെരുമാറുന്നത്, പരീക്ഷയ്ക്ക് കാണിക്കുന്നത്, വരുന്നത്, പോകുന്നത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നാനാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ വെച്ചുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തുന്നതിന് പറഞ്ഞ പേരാണ്. സംരചനാ മൂല്യനിർണ്ണയമാണോ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയമാണോ, ആത്യന്തിക മൂല്യനിർണ്ണയമാണോ, ആന്തരിക മൂല്യനിർണ്ണയമാണോ? നമുക്കറിയാം എല്ലാ വശങ്ങളും എന്ന് കേട്ടാൽ അപ്പോഴേ ഓർത്തോണം എന്താണത്? CCE ആണ്, അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അല്ലേ. അതായത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലാണ് നമ്മളവിടെ നടത്തുന്നത്. മിക്ക സ്കൂളുകളിലും അല്ലെങ്കിൽ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മളൊരു കൊച്ചിൻ്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന വിലയിരുത്തലാണ് നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നതാണ് 3 ടൈപ്പിലുള്ള വിലയിരുത്തൽ: പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. അതും കൂടി നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സ്വയമേ വിലയിരുത്തുന്നതാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. ഇനിയും പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠനം നടക്കുന്ന വേളയിൽ അതിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് നമ്മൾ നടത്തുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇനി പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പഠനം നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന വിലയിരുത്തലാണ്
പഠനത്തെ വിലയിരുത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വിലയിരുത്തൽ മേഖലയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടേ പോവുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വായന ബുദ്ധിമുട്ടായുള്ളൊരു കുട്ടിക്ക് താഴെ പറയുന്ന ഏത് രീതിയാണ് സ്വയം തിരുത്തുന്നതിന്, ഉണ്ടോ, ഏത് രീതിയാണ് സ്വയം തിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ഓരോ ഇതിലും എന്താണ് ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ വായന ബുദ്ധിമുട്ട്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് സ്വയമേ എൻ്റെ വായന ശരിയാക്കാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും? ഈ താഴെ കൊടുക്കുക നോക്കി. 1 റെക്കോർഡർ ഉപയോഗിക്കുക, 2 ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കുക, 3 മാച്ചിങ് കാർഡുകൾ ഉപയോഗിക്കുക, 4 പദപ്രശ്നങ്ങൾ ഉപയോഗിക്കുക. എന്നാലോചിക്ക് ഏതായിരിക്കും പറ്റുന്നത് ഇതിനകത്ത്? എ ആണ്, ശരിയാണ് അല്ലേ? അതായത് റെക്കോർഡർ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഒരു വായിക്കുന്ന ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം നമ്മൾ വായന കഴിഞ്ഞ ശേഷം അത് നമ്മൾ പ്ലേ ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ തെറ്റുകൾ, എന്തൊക്കെ പ്രൊണൗൺസിയേഷൻ എററുകൾ, അല്ലേ? നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്തിയോ, അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊടുത്തേണ്ട സ്ട്രെസ്സ് കൊടുത്തോ, അതേപോലെ തന്നെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ വായിച്ചോ, ഇല്ലേ? സ്ഫുടത കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് റെക്കോർഡർ യൂസ് ചെയ്യാൻ സാധിക്കും. ബാക്കി കാണിച്ചിരിക്കുന്ന ഫ്ലാഷ് കാർഡ് വഴിയോ മാച്ചിങ് കാർഡ് വഴിയോ പദപ്രശ്നം വഴിയോ നമുക്ക് സ്വയം രീതിയിൽ തിരുത്തുന്നതിന് വേണ്ടി വായന ശരിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നവയല്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ഒരു TLM ആയിട്ട്, അഥവാ നമുക്ക് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നതിനപ്പുറം സ്വയമേ ഒരു രീതി, അല്ലെങ്കിൽ സ്വയമേ നമുക്ക് വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാൾ സ്വയമേ തിരുത്തുന്നതിനുള്ള അവസരം ഈ പറഞ്ഞ ഫ്ലാഷ് കാർഡ്സോ മാച്ചിങ് കാർഡോ പദപ്രശ്നമൊന്നും നൽകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഓർത്തിരിക്കണം, റെക്കോർഡറാണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. നമ്മൾ വായിക്കുന്നത് റെക്കോർഡാക്കാം, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ കേട്ടു നോക്കണം. അവിടെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ തെറ്റുകളാണ് നമുക്ക് വന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിനകത്ത് മിക്കപ്പോഴും ചോദിക്കുന്നത്, അതായത് നമ്മുടെ ലേണിംഗ് മെറ്റീരിയലായിട്ട്, അതായത് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ നമ്മൾ കുട്ടികളെ കാണിക്കുന്ന TLM ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പറഞ്ഞ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഒരു മീനിങ് എഴുതി, അതിൻ്റെ പുറകിൽ അതിൻ്റെ തൊട്ട് പുറകിൽ ആ ഇംഗ്ലീഷ് വാക്ക് എഴുതി, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ മാംഗോ എന്ന് നമ്മളൊരു വാക്ക് പഠിപ്പിക്കണമെങ്കിൽ ഫ്രണ്ടിൽ MANGO പുറകിൽ മാങ്ങ എന്ന് നമ്മൾ എഴുതി ഒരു പടമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. ഇനി മാച്ചിങ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരേപോലെ ഇരിക്കുന്ന കാർഡുകൾ, നമ്മളിപ്പോൾ ഈ നമ്മൾ ഈ ചീട്ടും അതുപോലെ തന്നെയുള്ള ഈ പറഞ്ഞ UNO ഇല്ലേ, നമ്മൾ ഈ കളിക്കുന്ന ഗെയിംസൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെയുള്ള മാച്ചിങ് കാർഡുകൾ വെച്ച്, പ്രത്യേകിച്ച് അത് മാത്സിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ മാച്ചിങ് കാർഡ്. ഇപ്പം 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകളാണ് നമുക്ക് 1ാം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കാറുള്ളത്, ഓരോക്കെ സംഖ്യകളും 2 അക്ക സംഖ്യകളൊക്കെ. അപ്പം ഈ 2 അക്ക സംഖ്യകളിനകത്ത് വരുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകളെല്ലാം എടുക്കാൻ കുട്ടികളോട് പറയാം. അതുപോലെ തന്നെ 3 അക്ക സംഖ്യകളാകുമ്പം 3 നമ്പേഴ്സ് ഉള്ളവ എടുക്കാൻ പറയാം. അങ്ങനെ അതിനെ മാച്ചിങ് ആയിട്ട് വരുന്നവയെ നമ്മൾ ഒരുമിച്ചാക്കുന്നതാണ് ഈ മാച്ചിങ് കാർഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ പദപ്രശ്നം എന്താണെന്നറിയാലോ, അത് പല രീതിയിലൂടെ ചോദിക്കാം. പസിൽസ് അത് സോൾവ് ആകാം, അതുപോലെ തന്നെ വിട്ടുപോയത് പൂരിപ്പിക്കാനായിട്ടാകാം, അതുപോലെ തന്നെ സ്പെല്ലിങ് ഫില്ല് ചെയ്യാനായിട്ടാകാം, എന്നിങ്ങനെ വരുന്നതാണ് ഈ പറഞ്ഞ പദപ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ പറഞ്ഞ വായന ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടീനെ സ്വയമേ സഹായിക്കുന്ന ഒന്നല്ല, പകരം നമ്മുടെ പഠനത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പമാക്കുന്ന മറ്റ് സാമഗ്രികളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകമേതാണ്? താഴെ പറയുന്നവയിൽ നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായിട്ടുള്ള ഘടകം ഏതാണ്? പ്രായമാണോ, ആരോഗ്യമാണോ, ക്ഷമതയാണോ, അതോ പ്രചോദനമാണോ? ഏതായിരിക്കും ആൻസർ വരേണ്ടത്? പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായിട്ടുള്ള ഘടകം, അതായത് നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഫാക്ടർ താഴെ പറയുന്നവയിൽ ഏതാണ്? നോക്കിയേ, പ്രായം എന്ന് പറഞ്ഞാൽ അത് മാനസികമാണോ ശാരീരികമാണോ? അങ്ങനെ ചിന്തിച്ചേ. പ്രായം എന്ന് പറഞ്ഞാൽ, അതായത് ഒരാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ അത് ശാരീരികമാണോ മാനസികമാണോ? വെദർ ഇറ്റ് ഈസ് ഫിസിക്കൽ ഓർ വെദർ ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ? പ്രായം, ഒരാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ അത് ശാരീരികമാണോ അതോ മാനസികമാണോ? പ്രായം എന്ന് പറയുന്നത് എന്താണ്? അത് ശാരീരികമായിട്ടൊരു കാര്യമാണ്, അതൊരിക്കലും മാനസികമായിട്ട് വരത്തില്ല. അടുത്തത് ആരോഗ്യം, അല്ലേ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമാണ്, അല്ലെങ്കിൽ അവൻ്റെ ഇൽനെസ്സും കാര്യങ്ങളും എല്ലാം, അല്ലേ? അവൻ്റെ ക്ഷീണവും തളർച്ചയും കാര്യങ്ങളും എല്ലാം വരുന്നത് ശാരീരികമായിട്ടുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ ക്ഷമത അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയും അല്ലേ, ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ ഉറപ്പാക്കുക. അതും എന്താണ്, ഫിസിക്കലായിട്ടൊരു കാര്യമാണ്. അടുത്തത് മോട്ടിവേഷൻ, എന്താണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. എനിക്ക് അതൊരു മാനസികമായിട്ടുള്ള കാര്യം അല്ലേ, അതായത് പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഒരു കാര്യമാണ് പ്രചോദനം അഥവാ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരുന്നില്ല എന്താണ്, നമുക്ക് 2 ടൈപ്പുള്ള മോട്ടിവേഷൻ ഉണ്ട്. എന്താണ്, ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും അല്ലേ, അതായത് ആന്തരിക പ്രചോദനവും അതുപോലെ തന്നെ ബാഹ്യ പ്രചോദനം എന്ന് പറയുന്നത് അല്ലേ. ആ കാര്യം തന്നെ ഇവിടെ വരുന്നത്, അത് ഓർത്തിരിക്കണം. പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനായിട്ട്, ഇപ്പം നമ്മളെ ആണെങ്കിലും രാവിലെ ക്ലാസ്സിൽ കയറാനും വൈകുന്നേരം ക്ലാസ്സിൽ കയറാനും എക്സാമൊക്കെ എന്താണ് എഴുതുവാനായിട്ടൊക്കെ നമ്മൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് പഠിച്ചാൽ നല്ലതാണ്, നല്ലൊരു ജോലി കിട്ടും, നല്ല സാധ്യതയുള്ളൊരു കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇൻട്രിൻസിക് ആയിട്ടും എക്സ്ട്രിൻസിക് ആയിട്ട് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന സൈക്കോളജിക്കലായിട്ടൊരു ഘടകമാണ്. ബാക്കി പ്രായം, ആരോഗ്യം, ക്ഷമത ഇതെല്ലാം എന്താണ് ശാരീരികമാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞ പ്രചോദനം അതുപോലെ തന്നെ ഓർമ്മ, മറവി ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള കാര്യത്തിനകത്ത് വരുന്നതാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ അഭിക്ഷമത അതുപോലെ തന്നെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് വരുന്നതാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ്. താഴെ പറയുന്നവയിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എന്തെല്ലാം? നമുക്കറിയാം പഠനം എന്ന് പറയുന്നത് എന്താണ്, ഒരു ശാരീരിക അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തനത്തിനകത്ത് വരുന്നതാണ്. നമുക്ക് വേണേൽ പറയാം അല്ലേ, ശാരീരിക മാനസിക വ്യാപാരങ്ങളെല്ലാം കൂടി വരുന്നതാണ് ഈ പറയുന്ന പഠനം അഥവാ ലേണിംഗ് എന്ന് പറയുന്നത്. അത് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് താഴെ പറയുന്ന ഏതൊക്കെ രീതിയിലൂടെയാണെന്ന്. സഹകരണം, ശരിയല്ലേ, പഠനം ഒരു സാമൂഹ്യ പ്രവർത്തനമായതുകൊണ്ട് തന്നെ അവിടെ ഒരു കോപ്പറേഷൻ വേണം അല്ലെങ്കിൽ ഒരു സഹകരണം വേണം. ആ പോയിന്റ് ശരിയാണ്. അടുത്താണ് വിശ്വാസം അല്ലേ, നമ്മളിൽ ഒരാൾ പഠിപ്പിക്കും, നമ്മളൊരാളിൽ വിശ്വാസം അർപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ ഇതിനൊരു വിശ്വാസം വെക്കുന്നുണ്ട്, ഞാൻ നിങ്ങളൊരു വിശ്വാസം വെക്കുന്നുണ്ട് അല്ലേ. അവിടെ ഒരു എന്താണ് ട്രസ്റ്റ് ഉണ്ട് പരസ്പരം, അത് ശരിയാണ്. അടുത്തത് ബഹുമാനം അല്ലേ, അധ്യാപക എന്താണ് നമ്മുടെ വിദ്യാർത്ഥി ബഹുമാനം നമ്മൾ വെച്ച് പറയുന്നത് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ. അത് ഗുരു എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മളൊരു റെസ്പെക്റ്റോടുകൂടി എപ്പോഴും കാണുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഈ സഹകരണം, വിശ്വാസം, ബഹുമാനം ഇവയെല്ലാം തന്നെ എന്താണ് നമ്മുടെ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ഇതിൻ്റെ ഉത്തരവാണ്. ഒറ്റ വായന വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ എത്താൻ പറ്റുന്നതാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം പഠനം ഒരു സാമൂഹ്യ പ്രവർത്തനമായതുകൊണ്ട് തന്നെ അവിടെ സഹകരണം വേണം, അതുപോലെ തന്നെ വിശ്വാസം വേണം, അതുപോലെ തന്നെ അവിടെ ബഹുമാനം വേണം. 3 കാര്യങ്ങളോട് കൂട്ടിച്ചേർന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് പഠനം ശരിയായിട്ടുള്ള രീതിയിൽ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഇതിന് ആൻസറാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരേണ്ടത്. കണ്ടോ, ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു പെഡഗോഗിക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തിയറി അങ്ങനെ ഒരുപാട് കയറി വരുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിയറീസ് കയറി വരാൻ തുടങ്ങും കേട്ടോ. അടുത്തത് വൈകല്യത്തിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമോ പാരിസ്ഥിതികമോ ആകാം. അതായത് ഒരു കൊച്ചിന് വൈകല്യം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് പാരമ്പര്യമാകാം, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആകാം, അല്ലെങ്കിൽ അത് എന്താണ് പാരിസ്ഥിതികം എൻവയോൺമെൻറ്റൽ വഴിയാകാം. വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടനം താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അതായത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എൻവയോൺമെൻ്റലായിട്ട് അല്ലെങ്കിൽ ഏത് ഫാക്ടറാണ് എൻവയോൺമെൻ്റലായിട്ട് നമ്മുടെ ഡിസബിലിറ്റീനെ സ്വാധീനിക്കുന്നതെന്ന് കണ്ടെത്തണം. നോക്കിയേ, ജീനുകൾ അത് ഈ പറഞ്ഞത് പാരമ്പര്യമാണോ പാരിസ്ഥിതികമാണോ? ജീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ജീൻ എന്ന് പറയുന്നത് ജനിക്കുന്ന ഒരു കുട്ടികളുടെ അപ്പൻ്റെ അമ്മയുടെയും ജീന് വെച്ചാൽ ഉണ്ടാകുന്നല്ലേ. അപ്പോൾ എന്താണ്, അതൊരു പാരമ്പര്യമായിട്ടൊരു കാര്യമാണ്, ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതല്ല പാരിസ്ഥിതികമായിട്ടുള്ളത്. അടുത്ത ക്രോമസോമുകൾ അല്ല, നമുക്കറിയാൻ പറ്റും നമ്മുടെ എന്താണ് അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസോമുകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ഒരു കൊച്ച് ജനിക്കുന്നത്. അപ്പോൾ അതെന്താണ്, അതൊരു പാരമ്പര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അടുത്ത ഹോർമോണുകൾ അല്ലേ, നമ്മുടെ അഡ്രിനാലിൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഈ പറഞ്ഞ ഹോർമോണുകളും എന്താണ് അപ്പൻ്റെ അമ്മയുടെയും എന്താണ് ജീനുകളെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നത്, ഹെറിഡിറ്ററി ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഹെറിഡിറ്ററി ഫാക്ടറാണ്. അടുത്തത് രോഗങ്ങൾ. അവർക്കൊരു രോഗം വന്നുകൊണ്ട് ആ രോഗം നമുക്ക് വരണം നിർബന്ധമുണ്ടോ? അപ്പനും അമ്മയ്ക്കും ഒരു രോഗമുണ്ട്, ആ രോഗം നമുക്കും വരണം നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്, അതൊരു പാരിസ്ഥിതിക ഘടകമാണ്. ഇപ്പോൾ അപ്പനും അമ്മയ്ക്ക് പനിയുണ്ട്, എനിക്ക് പനി വരണം നിർബന്ധമുണ്ടോ? ഇല്ല. അതൊരു എന്താണ് പാരിസ്ഥിതികമായിട്ടൊരു ഘടകമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ വൈകല്യങ്ങൾക്ക് കാരണമായിട്ടുള്ള പാരമ്പര്യ ഘടകങ്ങളാണ് ജീനുകൾ, ക്രോമസോമുകൾ, ഹോർമോണുകൾ ഇവയിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ. ഇനി അവിടെ വരുന്ന പാരിസ്ഥിതിക ഘടകത്തിനകത്ത് വരുന്നതാണ് രോഗങ്ങൾ കാണാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മുമ്പേ കണ്ട നമ്മുടെ പഠിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള എന്താണ് ഈ പറഞ്ഞ ശരിയായിട്ടുള്ള പിന്തുണ കിട്ടാത്തതാകാം. ഇതെല്ലാം എന്താണ് പാരിസ്ഥിതികമായിട്ടുള്ള ഘടകമാകാം, അല്ലെങ്കിൽ കുടുംബമാകാം, സമസംഘങ്ങളാകാം, അതുപോലെ തന്നെ സ്കൂളാകാം,
അല്ലെങ്കിൽ അയൽപക്കമാകാം, ഇതെല്ലാം ഈ പറഞ്ഞ പാരിസ്ഥിതിക ഘടനത്തിനകത്ത് കടന്നു വരുന്നത് കേട്ടോ. രോഗങ്ങളാകാം, അവന് വരുന്ന എന്തെങ്കിലുമൊക്കെ ഇൽനെസ് ആകാം, അല്ലെങ്കിൽ അവൻ്റെ ക്ഷമത കുറയുന്നതാകാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം കാര്യങ്ങളൊക്കെ, ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ പാരിസ്ഥിതിക ഘടനത്തിൽ വരുന്നത്. ബാക്കി നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ജന്മന എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം എന്താണ് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി, രോഗങ്ങളാണ്. അടുത്തത്, ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു പുതിയ പ്രശ്നം നൽകിയപ്പോൾ അത് പരിഹരിക്കാൻ സാധിച്ചില്ല. കാരണം അവൻ മുൻപ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിച്ച അതേ മാനസിക അതേ മാനസിക പ്രവർത്തനങ്ങളാണ് പ്രശ്ന പരിഹാരത്തിന് ഉപയോഗിച്ചത്. പ്രശ്ന പരിഹാരത്തിൽ തടസ്സം നേരിട്ടതിൻ്റെ പേര് എന്താണ്? കണ്ടോ, ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. നമ്മുടെ ക്ലാസ്സിൽ ചെന്ന ടീച്ചർ എന്ത് ചെയ്തു? ഒരു പുതിയതായിട്ടൊരു പ്രശ്നം നൽകി. ഒരു പ്രശ്നം നൽകിയപ്പോൾ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കൊച്ചിന് അത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്തായിരുന്നു? അവൻ അതേ രീതിയിലുള്ളൊരു പ്രശ്നം എന്താണ് പരിഹരിക്കാൻ ആ മാനസിക പ്രവർത്തനങ്ങളാണ് അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവൻ്റെ ഈ പുതിയ പ്രശ്നത്തെ അത് തടസ്സപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ അവന് ഇപ്പോൾ കൊച്ചു ക്ലാസ്സിലെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അവന് കൂട്ടാനാണ്. ഇപ്പോൾ 13+14 അവന് കണ്ടുപിടിക്കണം അല്ലേ, 13+14 കണ്ടുപിടിക്കണം. ഇത് കൂട്ടാൻ തന്നെ കൊച്ചിനെ സംബന്ധിച്ച് പാടാം അല്ലേ. അതായത് ആദ്യം നമ്മൾ ഒറ്റയുടെ സ്ഥാനം കൂട്ടണം, അതിനുശേഷം 10ൻ്റെ സ്ഥാനം കൂട്ടണം. അപ്പോൾ കൊച്ചിന് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് കൊച്ചു മനസ്സിലാക്കി കൊച്ചു മാറിയിരിക്കുക. ആ ടീച്ചർ എന്ത് ചെയ്തു? പുതിയൊരു പ്രശ്നം കൊടുത്തു, 11+11 കൊടുത്തു. നോക്കി, ഇത് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് 22 എന്ന് ഉത്തരത്തിലോട്ടത് അല്ലേ. അങ്ങനെ വരുമ്പോൾ കൊച്ചെന്താണ് ആ പഴയ രീതിയിലൂടെ ചെന്ന് എന്നെ കൊണ്ട് അത് പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്ത മെത്തേഡ് തെറ്റല്ലേ എന്ന രീതിയിൽ കൊച്ചി വീണ്ടും ചിന്തിച്ചിരുന്നു. എന്നെ കൊണ്ടത് പറ്റാത്ത കാര്യമാണ്, ഞാനൊന്ന് പണ്ട് ട്രൈ ചെയ്താണ്, പുതിയ പ്രശ്നം അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് കൊച്ച് വിചാരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ കൊച്ചിൻ്റെ ഈ തടസ്സത്തിന് എന്തുകൊണ്ടായിരിക്കും കൊച്ചിന് അതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാതെ വന്നത്? അപ്പോൾ അതിനുള്ള എന്താണ് തടസ്സം നേരിട്ടതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് മാനസിക ചട്ടക്കൂടാണോ, 2 പ്രചോദനമാണോ, 3 യുക്തിയന്തമാണോ, 4 ക്രിയാത്മകതയാണോ? ഇവിടെ ഈ വാക്ക് തന്നെയാണ് കേട്ടോ. അതേ മാനസിക പ്രവർത്തനങ്ങൾ, അതായത് അവൻ്റെ മെൻ്റൽ സെറ്റ് ഉപയോഗിച്ചാണ് അവൻ എന്ത് ചെയ്തത്, അല്ലെങ്കിൽ അവൻ്റെ മാനസിക ചട്ടക്കൂട് ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ വിചാരിച്ചത് എന്ത്, അവനെ കൊണ്ടത് പറ്റത്തില്ലായിരിക്കുമെന്ന്. ശരിയല്ലേ? 13+14 ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് തന്നെ എന്താണ് 1+1 2+2 ഒക്കെ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു കോൺസെപ്റ്റ് കൊച്ചിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഓർത്തിരിക്കണം, അതൊരു മാനസിക ചട്ടക്കൂട്, അല്ലെങ്കിൽ ആ വാക്കിൽ തന്നെയുണ്ട്, ആ ക്വസ്റ്റ്യനകത്ത് തന്നെ അതിൻ്റെ ക്ലൂ കിടപ്പുണ്ട്. അതേ മാനസിക ചട്ടക്കൂട് അല്ലെങ്കിൽ അതേ മാനസിക പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ചെയ്തപ്പോൾ അവൻ ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരേണ്ടത്. നമുക്കാണല്ലോ ഉള്ളത് അല്ലേ. കഴിഞ്ഞ വട്ടം ഞാൻ എഴുതി എനിക്ക് കിട്ടിയില്ല, ഈ വട്ടവും കിട്ടത്തില്ലായിരിക്കും എന്നൊരു കോൺസെപ്റ്റോട് പോകുന്നവരും കാണും. നേരെ തിരിച്ചും അല്ലേ, കഴിഞ്ഞ വട്ടത്തെ പരീക്ഷ അതുകൊണ്ട് തീർന്നു, പുതിയ പരീക്ഷയാണ്, പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, പുതിയ പാറ്റേൺ ആണ്, ഇത് എന്നെ കൊണ്ട് പറ്റുമെന്നൊരു രീതിയിലൂടെ ചിന്തിച്ച് പരീക്ഷ എഴുതുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മുടെ മെൻ്റൽ സെറ്റ് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണെന്ന് ഓർത്തിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പഴയതായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എപ്പോഴും എന്താണ് പുതിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ സാധിക്കുന്ന കാര്യങ്ങളാണെന്നൊരു ചിന്താരീതി വന്നാൽ ഇതൊക്കെ മാറാമെന്നുള്ളേ ഉള്ളൂ. പിന്നെ മോട്ടിവേഷൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് പഠനത്തെ സ്വാധീനിക്കുന്ന പറഞ്ഞാണ്. അത് ബാഹ്യമാകാം, ആന്തരികമാകാം. ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഒരാൾ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ പുറമേ നിന്ന് ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആന്തരികം എന്ന് വെച്ചാൽ സ്വയമേ നമ്മൾ മോട്ടിവേറ്റ് ആകുന്നത്. പിന്നെ ഉള്ള യുക്തി എന്താ, റീസണിങ്. ഗണിതത്തിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഈ പറഞ്ഞ റീസണിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ. ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലൂടെ ചിന്തിച്ച്, നമുക്ക് യുക്തിപൂർവ്വം ചിന്തിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നതിനെ ആശ്രയിച്ചാണ് യുക്തി എന്താ ഇരിക്കുന്നത്. അടുത്തത് ക്രിയേറ്റിവിറ്റി. ഈ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ 13+14 എത്രയാണ്? 10, 10, 20, 4, 3, 7, സോ 24. അതൊരു ക്രിയേറ്റിവിറ്റി അല്ലേ. പിന്നെ 11+11 ആണെങ്കിൽ 10, 10, 20, 1, 1, 2 എന്താണ് 22, 22 അങ്ങനെയുള്ള കാണിക്കുന്നതൊക്കെ ഇതാണ് ക്രിയേറ്റിവിറ്റിക്കകത്ത് വരുന്നതാണ്. അതായത് എന്താണ് സർഗാത്മകത, അല്ലെങ്കിൽ നമ്മുടെ ക്രിയാത്മകതയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളാണ് പഠനത്തിൻ്റെ അകത്ത് സ്വാധീനിക്കുന്ന. ബാക്കി എന്താണ് ഈ പറയുന്നത് മാനസിക ചട്ടക്കൂടാണ് ഇവിടെ ഉത്തരവായിട്ട് വരേണ്ടത്. അത് ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് തന്നെ ക്ലൂ കിട്ടും ഇല്ലേ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോരോ ലൈൻസ് അടയാളപ്പെടുത്തി തരുന്നുണ്ട്. അതെ, ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ടുള്ള ക്ലൂ ആണ് ആ ഒറ്റ പോയിന്റിനകത്ത് കിടക്കുന്നത്. അത് നോക്കി പോയാൽ മതി. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും തിയറി പാർട്ടിലേക്ക് കടന്നു വരും കേട്ടോ. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യുക്തിപൂർവ്വം ചിന്തിക്കുകയും അമൂർത്തമായി ചിന്തിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്?
നമുക്കറിയാം നമ്മുടെ ജീൻ പിയാഷെ പറഞ്ഞ 4 ഘട്ടങ്ങളുണ്ട് അല്ലേ. അതായത് ഇന്ദ്രിയ ചാലഘട്ടമുണ്ട്, പ്രാഗ് മനോവ്യാപാരഘട്ടമുണ്ട്, അതുപോലെ തന്നെ ഔപചാരിക മനോവ്യാപാരഘട്ടമുണ്ട്, മൂർത്ത മനോവ്യാപാരഘട്ടമുണ്ട്. ഈ 4 ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? യുക്തിപൂർവ്വം ചിന്തിക്കണം, അതേപോലെ തന്നെ എന്താണ് അമൂർത്തമായിട്ട് ചിന്തിക്കണം, അവയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ പിയാഷെയുടെ ഏത് ഘട്ടത്തിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പിയാഷെ പറഞ്ഞിരിക്കുന്ന 4 ഘട്ടത്തിനകത്ത് അല്ലേ ഇന്ദ്രിയ ചാലഘട്ടം അല്ലേ ഒന്നാമത്തെ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ആ ടേബിൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ S1-ലുള്ളതാണ്. ഓക്കെ, ഇന്ദ്രിയ ചാലഘട്ടം എത്ര തൊട്ട് എത്ര വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഇന്ദ്രിയ ചാലഘട്ടം അറിയപ്പെടുന്നത് അറിയാവോ? ഇന്ദ്രിയ ചാലഘട്ടം എത്ര മുതൽ എത്ര വരെയാ അറിയാവോ? 0 മുതൽ 2 വയസ്സ് വരെ കേട്ടോ. 0 മുതൽ 2 വയസ്സ് വരെ അറിയപ്പെടുന്നതാണ് നമ്മുടെ ഇന്ദ്രിയ ചാലകഘട്ടം എന്ന് പറയുന്നത്. നോക്കിയേ, അത് 0 മുതൽ 2 വയസ്സ് വരെയാണ്. അവിടെയാണ് നമുക്ക് വേണ്ട റിഫ്ലക്സുകൾ ഉണ്ടോ. 0 മുതൽ 2 വയസ്സുകാരനെ വരെ ആലോചിച്ചാൽ മതി. നമുക്ക് റിഫ്ലക്സുകൾ ഉണ്ടാകും, സംവേദനങ്ങളുണ്ടാകും, ചലനങ്ങളുണ്ടാകും. നമ്മുടെ അതുപോലെ തന്നെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നു. പിന്നെ മറ്റുള്ളവരെ നമ്മൾ അനുകരിക്കുവാൻ തുടങ്ങുന്നു. സംഭവങ്ങൾ ഓർത്തു വെക്കുവാൻ ആരംഭിക്കുന്നു. പിന്നെ വസ്തുസ്ഥൈര്യം ഈ ഘട്ടത്തിൻ്റെ അവസാനം ആർജിക്കുന്നു, ഒബ്ജക്റ്റ് പ്രൊമിനൻസ്. പിന്നെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധപൂർവമായ പ്രവർത്തനത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ മാറുന്നു. ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയ ചാലഘട്ടത്തിൽ, അതായത് നമ്മുടെ നമുക്കറിയാമല്ലോ സെൻസ് ഓർഗൻ 5 എണ്ണം, അതുള്ള ആ 5 എണ്ണം വെച്ചുകൊണ്ടുള്ള ഘട്ടമാണ് ഈ പറഞ്ഞ 0 മുതൽ 2 വയസ്സുള്ള കാലഘട്ടം. അടുത്താണ് പ്രാഗ് മനോവ്യാപാരഘട്ടം. 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഇവിടെയാണ് ഭാഷ വികസിക്കുന്നത്. വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ പ്രതിരൂപങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സിമ്പിളാണ് അവർ നൽകും, ഒരു ത്രികോണവും ഒരു ചതുരവും ഒക്കെ വരച്ച് അവർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവർ കാണിക്കും. അതൊക്കെ പ്രതിരൂപങ്ങളൊക്കെ ഉപയോഗിച്ച് കാണിക്കുക. ഇനി സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുക, ഈഗോസെൻട്രിക് തോട്ട് വരും. അതായത് ഞാനാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്നൊരു ചിന്ത കുട്ടികൾക്ക് വരും. ഇനി കേന്ദ്രീകൃത ചിന്തനം, അതായത് സെൻട്രലൈസേഷൻ, ഒരു കാര്യത്തിലേക്ക് മാത്രം അല്ലെങ്കിൽ ചിന്ത കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കും. ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്നു, ഇറിവേഴ്സിബിലിറ്റി. അതായത് ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 2 5 എന്നൊരു കോൺസെപ്റ്റിലേക്ക് വെച്ചെത്തും. തിരിച്ച് 5 - 3 2 ചിന്ത കുട്ടികളുടെ മനസ്സിലില്ല കേട്ടോ. ഒരു രീതിയിലൂടെ മാത്രം അല്ലേ, വൺ വേയിൽ മാത്രം ചിന്തിക്കുന്ന ഇതാണ് 2 മുതൽ 7 വയസ്സുള്ള പ്രാഗ് മനോവ്യാപാരഘട്ടത്തിൽ വരുന്നത്. ഇനിയും എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കഴിയുന്നു. നമ്മളെപ്പോഴും പറയുന്നതല്ലേ, നമ്മുടെ തലയണയ്ക്ക് ജീവനുണ്ടെന്ന് കരുതി കൊച്ചുങ്ങൾ അതിനോട് സംസാരിക്കുക. അവർ വാങ്ങിക്കുന്ന പാവകൾക്ക് അല്ലേ, ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ ഡോൾസ് ഇല്ലേ, ഇവർ വാങ്ങിക്കുന്ന ബിയറിൻ്റെ ആകാം, ഡോറ ബുജിയുടെ ആകാം, ഇവരെന്ത് ഡോൾ വാങ്ങിച്ചാലും അതിനോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും കാണാൻ സാധിക്കും. അതായത് അതിനും ജീവനുണ്ട് എന്ന് പറഞ്ഞ രീതിയിലേക്ക് അവർ ഒരു ആനിമിസം മെൻറ്റാലിറ്റി അവർ കാണിക്കും. അതിന് ജീവനുണ്ട്, അതെന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ അതിനോടും തിരിച്ച് സംസാരിക്കാം, അതിനെ സ്നേഹിക്കാം. ചില പിള്ളേരെ കണ്ടില്ലേ ഈ പറഞ്ഞ പാവേനെയൊക്കെ ഒഴുക്കുന്നത്, മുടിയൊക്കെ ചീക്കി പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി ഇല്ലേ, അമ്മ എൻ്റെ പാവയെ കണ്ടോന്ന് പറഞ്ഞാൽ ഒരുക്കൊണ്ട് വരുന്ന കാണാൻ സാധിക്കില്ലേ. ഇതൊക്കെ അതിനൊക്കെ ജീവനുണ്ട്, അല്ലെങ്കിൽ ഒരു ആനിമിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് കുട്ടികൾ മാറുന്നതാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. അടുത്താണ് മൂർത്ത മനോവ്യാപാരഘട്ടം. 7 മുതൽ 11 വയസ്സ് വരെ ഉള്ളതാണ് മൂർത്ത മനോവ്യാപാരഘട്ടം. അവിടെയാണ് തൻ്റെ മുന്നിൽ അനുഭവീയമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസർവേഷൻ ആചരിക്കുന്നു. അതായത് ലോസ് ഓഫ് കൺസർവേഷൻ ഉണ്ട്. അതായത് നമ്മുടെ പിണ്ഡസ്ഥിരത, വ്യാപ്തസ്ഥിരത, ഇതൊക്കെയാണ് ഈ കൺസർവേഷൻ. അതായത് ഇപ്പോൾ 1 കിലോയുടെ വെയിറ്റ്, 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ കല്ലിനാണോ വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഏതിനാണ് വെയിറ്റ് കൂടുതൽ? 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ കല്ലിനാണോ വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഏതിനാണ് വെയിറ്റ് കൂടുതൽ? ഒന്ന് ആലോചിച്ച് നോക്കി. 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ കല്ലിനാണോ വെയിറ്റ് കൂടുതൽ? ഏതിനാണ് വെയിറ്റ് കൂടുതൽ? നമ്മൾ പറയില്ലേ 2 ഒരുപോലെ എന്ന് പറയും, കാരണം 2 ഒരേ കിലോയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൺസർവേഷൻ കുട്ടികൾ ആചരിക്കണമെങ്കിൽ അതൊരു 7 മുതൽ 11 വയസ്സുള്ള കാലഘട്ടമായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ 1 ലിറ്റർ വെള്ളം നമ്മൾ കുപ്പിയിലെടുത്തു, അത് നമ്മളൊരു 20 ലിറ്റർ വെള്ളത്തിലേക്ക് വെച്ചാൽ ആ 1 ലിറ്റർ മാറുന്നില്ല അല്ല, അതിൻ്റെ വ്യാപ്തം മാത്രമേ മാറുന്നുള്ളൂ, നമ്മളെടുത്ത അളവിൽ യാതൊരു മാറ്റവുമില്ല. അതൊക്കെ ലോസ് ഓഫ് കൺസർവേഷൻ അത് വരുന്നതാണ്. പിന്നെ പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിലെത്തുന്നു. അതായത് കണ്ടോ, ഒരു വീക്ഷണകോണിൽ നിന്ന് മാറി നമ്മൾ പല കാര്യങ്ങളൊക്കെ അതിനകത്ത് വരേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി നമ്മളൊരു നിഗമനത്തിൽ ഒരു കൺക്ലൂഷനിലെത്തും. പിന്നെ പ്രത്യാവർത്തനമുള്ള കഴിവാർജിക്കും. പിന്നെ അതുപോലെ തന്നെ ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മുടെ എവിടെയാണ് വരുന്നതാണ്? നമ്മുടെ മൂർത്ത മനോവ്യാപാരഘട്ടത്തിൽ വരുന്നതാണ്. 7 മുതൽ 11 വയസ്സ് വരുന്നതാണ്. അടുത്താണ് ഔപചാരിക മനോവ്യാപാരഘട്ടം.
11 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ കൗമാരവും അതിനുശേഷവും പരികൽപ്പന രൂപീകരിക്കാനും അവ പരിശോധിക്കാൻ കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. പല വീക്ഷണകോണുകളുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ, നീതിബോധം, സ്വത്വബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്നായിരുന്നു? ഉണ്ടോ, ഒരു കൊച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുകയും അമൂർത്തമായി ചിന്തിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ അനുമാനത്തിലെത്തുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, ഏറ്റവും ഹയർ ലെവൽ ഏതാ അതിൻ്റെ അകത്ത്? 11 വയസ്സിന് ശേഷം അല്ലേ? അവിടെയാണ് നമ്മൾ കണ്ടത് എന്താണ്, കുട്ടികൾ ഉണ്ടോ യുക്തിപൂർവ്വം ചിന്തിച്ച് അമൂർത്തമായിട്ടുള്ള പ്രശ്നങ്ങളെ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നു. കണ്ടോ കിടക്കുന്ന പോയിന്റ്? അപ്പോൾ അതാണ് ഉത്തരം വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് വരേണ്ടത്. മിക്കയിടത്തും നമ്മുടെ സ്കൂൾ പ്രായഘട്ടമൊക്കെ തുടങ്ങുന്നത് മൂർത്ത കാലഘട്ടത്തിലാണ്, അതായത് 7 മുതൽ 11 വയസ്സ് കാലഘട്ടത്തിലാണ്. അവിടെ എന്താണ് ഈ പറഞ്ഞ റിവേഴ്സിബിലിറ്റി ഒക്കെ ഉണ്ടായി തുടങ്ങും. എങ്കിൽ പോലും കുറച്ചും കൂടി യുക്തിപൂർവ്വം ചിന്തിച്ച് അമൂർത്തമായിട്ടുള്ള ആശയങ്ങളെ, നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കിടക്കുന്ന ടേംസിനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത ടേംസിനെയൊക്കെ നമ്മൾ മനസ്സിലാകുന്ന ടേംസിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ എവിടെയാണ്? ഈ പറഞ്ഞ 11 വയസ്സിന് ശേഷമാണ് കേട്ടോ. അത് ഔപചാരിക മനോവ്യാപാരഘട്ടത്തിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ഓർത്തിരിക്കണം. ഇന്ദ്രിയ കാലഘട്ടമാണെങ്കിൽ 0 മുതൽ 2 വയസ്സ് വരെ, ഔപചാരിക മനോവ്യാപാരഘട്ടത്തിൽ 11 വയസ്സിന് ശേഷം, പ്രാഗ്മനയാണെങ്കിൽ എന്താണ് 2 മുതൽ 7 വരെ, മൂർത്തമാണെങ്കിൽ 7 തൊട്ട് 11 വരെ. ഏജും കൂടി നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അടുത്ത ക്വസ്റ്റ്യൻ, അധ്യാപകൻ ക്ലാസ്സിലൊരു ഗൂഢപ്രശ്നം ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കുട്ടി പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു. കണ്ടോ, പെട്ടെന്ന്, ഈ വാക്ക് ശ്രദ്ധിക്കുക. കണ്ടോ, പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഇത് ഏത് സിദ്ധാന്തമായിട്ട് ഉദാഹരണമാണ്? നമുക്കറിയാം, നമുക്കൊരു ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ടാകുന്നില്ലേ? നമ്മൾ സൈക്കോളജിക്കകത്ത് നമ്മൾ കാണുന്ന നമ്മുടെ ഗസ്റ്റാൾട്ടിസം പഠിക്കുന്നതിൻ്റെ അകത്ത് ഇല്ലേ, ഉൾക്കാഴ്ച പഠനത്തിനകത്ത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കാണുവാൻ പറഞ്ഞപ്പം ഗസ്റ്റാൾട്ട് എന്താ ചെയ്തത്? നമ്മുടെ 50 × 50 എന്ന് പറഞ്ഞൊരു ഇക്വേഷനിലേക്ക് എത്തി. കാരണം ബാക്കിയുള്ളവർ 1+, 2+, 3+, 4 എന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗസ്റ്റാൾട്ട് എന്ത് ചെയ്തു? ഒരു ഇൻസൈറ്റ് അവനുണ്ടായി, അവന് ഒരു ഉൾക്കാഴ്ച ഉണ്ടായി, അവൻ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് എത്തി. അപ്പോൾ നോക്കി ഉണ്ടോ, ഒരു ഗൂഢപ്രശ്നം നൽകിയപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി പെടുന്നനെ അതിനൊരു മെത്തേഡുമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനുണ്ടായ എന്താണ്? ഉൾക്കാഴ്ച പഠനം, അതായത് നമ്മുടെ ഗസ്റ്റാൾട്ടിസമാണ് ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആണ് അവനുണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ഇങ്ങനെ പൊടുന്നനെയുള്ള പ്രശ്നപരിഗണനത്തിനൊക്കെ നമ്മൾ പറയുന്നതാണ് ഉൾക്കാഴ്ച പഠനം. നമുക്കാണെങ്കിൽ തന്നെ അല്ലേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ പെട്ടെന്ന് കത്തി വരത്തില്ലേ, അതൊക്കെ എന്താണ് നമ്മുടെ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിനകത്ത് വരുന്ന കേട്ടോ, അല്ലെങ്കിൽ ഉൾക്കാഴ്ച പഠനത്തിനകത്ത് വരുന്നതാണ്. അതിൻ്റെ പുറകിലുള്ള എന്താണ് സൈക്കോളജിയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം കേട്ടോ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം കണ്ടുപിടിച്ചത് കൊക്കോമ. ആരൊക്കെയാണ് കൊക്കോമയ്ക്കകത്തുള്ള ആൾക്കാർ? കോഹ്ലർ, കോഫ്ക, മാക്സ് വെർത്തീമർ. അതിനകത്ത് മാക്സ് വെർത്തീമർ ആണ് കൂടുതൽ തിയറീസ്, പോസിറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, മാക്സ് വെർത്തീമർ ആണ് നമ്മുടെ ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിൻ്റെ ഉപജ്ഞാതാവായിട്ടൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ബാക്കി 3 പേരും ഉണ്ട്. മാക്സ് വെർത്തീമറാണ് കൂടുതൽ സംഭാവന അതിനകത്ത് ചെയ്തത്. ഇനി വാചിക പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായിച്ചു പഠിക്കുക അല്ലെങ്കിൽ വെർബലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് വാചിക പഠനം. ലാറ്റൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അന്തർലീന പഠനം എന്ന് വെച്ചാലോ, നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേട്ട് കണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചാകാം അല്ലെങ്കിൽ എഴുതിയാകാം, ഇന്നൊക്കെ നമ്മൾ അന്തർലീനമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് അന്തർലീന പഠനം. അതൊരു പക്ഷേ എഴുതിലൂടെയാകാം, അല്ലെങ്കിൽ വായനയിലൂടെയാകാം, അല്ലെങ്കിൽ സംസാരത്തിലൂടെയാകാം, അല്ലെങ്കിൽ അതിലും പറഞ്ഞു കേട്ടതാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്ക് കിട്ടിയ അറിവുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനിലൂടെയാകാം. ഇതൊക്കെയാണ് ഇപ്പോൾ അന്തർലീന പഠനം വരുന്നത്. അടുത്തത് ആശയ പഠനം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് വേണ്ടതാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ എന്താണ് മുൾമുനയിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, ആശയങ്ങളെ നമ്മൾ എന്താണ് സമഗ്രമായി നമ്മൾ ഉൾച്ചേർത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നമുക്ക് പഠനത്തിൽ സ്വാധീനിക്കുക അല്ലെങ്കിൽ പഠനത്തിനെ സഹായിക്കുന്ന ഒരു പഠനരീതിയാണ് കോൺസെപ്റ്റ് ലേണിംഗ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതൊന്നുമല്ല, എന്താണ് കുട്ടിക്കൊരു ഉൾക്കാഴ്ചയാണ് ഉണ്ടാകുന്നുണ്ടോ. പെട്ടെന്ന് ഈ ഒരു വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും അതിനെപ്പറ്റി ആലോചിച്ചിരുന്നപ്പോൾ ഒരാൾക്ക് മാത്രം പെട്ടെന്നത് ഗ്രാസ്പായി, എന്താണ് സംഭവം എന്ന് മനസ്സിലായി, അതിനൊരു ഉത്തരം കണ്ടെത്തുന്നതാണ് ഉൾക്കാഴ്ച പഠനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്തത് വ്യക്തിത്വത്തിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, വില്യം വുണ്ട് ആണോ, കാൾ റോജേഴ്സ് ആണോ, എബ്രഹാം മാസ്ലോ ആണോ? ആരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യൻ അതുപോലെ തന്നെ മനുഷ്യത്വത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തികളാണ് ഈ പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡ്. അതുപോലെ തന്നെ
നമ്മുടെ ആരാണ് കാൾ റോജേഴ്സും ഒക്കെ അല്ലേ, മനുഷ്യനും മനുഷ്യത്വത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർ എന്താണ് മുൻപോട്ട് വെച്ച ആശയങ്ങളാണ് ഈ പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡും അതുപോലെ തന്നെ കാൾ റോജേഴ്സും എല്ലാം മുമ്പോട്ട് വെച്ചത്. ഇവരുടെ കാര്യത്തിൽ അവർ ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? നമ്മുടെ മനുഷ്യൻ അതുപോലെ തന്നെ മനുഷ്യത്വത്തിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു പോയിരിക്കുന്നത്. അപ്പം മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ നമ്മുടെ സൈക്കോ അനലിറ്റിക്കൽ തിയറി മുൻപോട്ട് വെച്ചത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി കേട്ടോ, പഠിക്കണം. അടുത്തത് വില്യം വുണ്ട് എന്തൊക്കെ കണ്ടുപിടിച്ചതാണ്? നമ്മുടെ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വുണ്ടാണ്. അതുപോലെ തന്നെ ആൽബർട്ട് രീതി ഇല്ലേ, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ വില്യം വുണ്ടാണ്. ഇനി കാൾ റോജേഴ്സ് ആണെങ്കിലോ മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ്. എബ്രഹാം മാസ്ലോ നമ്മൾ ഇന്നലെ പഠിച്ച ആവശ്യങ്ങളുടെ ശ്രേണി ഓർക്കുന്നില്ലേ? ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, സ്നേഹിക്കപ്പെടുക, ആ ഒരു സംഭവത്തിൽ നമ്മുടെ 7 കാര്യത്തിൻ്റെ ഉപജ്ഞാതാവാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണി, ഹെറിഡിറ്റി ഓഫ് നീഡ്സിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണി രൂപീകരിച്ച മനഃശാസ്ത്രജ്ഞനാണ് എബ്രഹാം മാസ്ലോ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പേരുകളെല്ലാം ഓർത്തിരിക്കണം. സിഗ്മണ്ട് ഫ്രോയിഡും വില്യം വുണ്ടും കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തികളാണ്. എല്ലാവരും ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പം മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് ഓർത്തിരിക്കണം. അടുത്തത്, തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയ രക്ഷകർത്താവ് ഉണ്ടോ. ഒരു രക്ഷകർത്താവ് അവനെ അല്ലെങ്കിൽ അവളെ നൃത്തം അഭ്യസിക്കുകയും അവൾ ആ മേഖലയിൽ പ്രസക്തി കൈവരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തിന് സഹായിച്ചത്? കാരണം തൻ്റെ കൊച്ചിന് ഡാൻസ് കളിക്കാൻ അറിയാം എന്ന് മനസ്സിലാക്കിയ ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മ എന്ത് ചെയ്തു? അവനെ ഡാൻസ് പഠിപ്പിക്കാൻ കയറ്റുകയും അല്ലെങ്കിൽ അവൾ ഡാൻസ് പഠിപ്പിക്കാൻ കയറ്റുകയും അതിലൂടെ അവൾ നല്ല ഡാൻസുകാരിയാകുകയും സമ്മാനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തു. ഇവിടെ എന്തൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തെ സഹായിച്ചത്? പാരമ്പര്യവും വൈകാരികവുമാണോ? പാരമ്പര്യവും പാരിസ്ഥിതികവുമാണോ? വൈകാരികവും സാമൂഹികവുമാണോ? സാമൂഹികവും സാംസ്കാരികവുമാണോ? ഏതൊക്കെയാണ് വരേണ്ടത്? അപ്പനാണ് പറഞ്ഞത്, അപ്പോൾ അവിടെ എന്ത് വരും? പാരമ്പര്യം വരും ഇല്ലേ? ഈ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ പരിസ്ഥിതി അവന് അനുകൂലമായി ഇല്ലേ? അതുകൊണ്ട് കണ്ടോ ഈ നൃത്തം ചെയ്യാനായിട്ട് അഭിരുചി ഉണ്ടെന്ന് കണ്ടെത്തി അവിടെ ഒരു പാരമ്പര്യം കടന്നു വന്നു തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് അല്ലേ. അപ്പം അവിടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഫാക്ടർ വന്നു. നീ എന്ത് ചെയ്തു? അവളെ നൃത്തം അഭ്യസിക്കാൻ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് അവിടെ? പാരമ്പര്യവും പാരിസ്ഥിതികമായിട്ടുള്ള ഘടകമാണ് അവിടെ ഇൻഫ്ലുവൻസ് ആയത്, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻ്റ് ആണ് അവിടെ ഇൻഫ്ലുവൻസ് ആണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ പാരമ്പര്യവും അതുപോലെ തന്നെ പര്യാവരണവും മറ്റൊരു ടൈംസ് കേട്ടോ. പാരമ്പര്യവും പര്യാവരണവുമാണ് ഈ കൊച്ചിൻ്റെ ജീവിത വിജയത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ നൃത്തത്തെ കൊച്ചിന് വിജയിക്കാനായിട്ട് സാധിച്ചത്. ഇനി വൈകാരികം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റാറ്റസ്, അതായത് നമ്മൾ ഈ പറഞ്ഞ മറ്റുള്ള വികാരങ്ങൾ മനസ്സിലാക്കാനും അവരുടെ സങ്കടങ്ങളിൽ സന്തോഷങ്ങൾ നമ്മൾ ഉൾച്ചേരാനും ഉള്ള മാനസികമായിട്ടൊരു കാര്യമാണ് ഈ പറഞ്ഞ ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള കാര്യത്തിന് അത് വരുന്നത്. സാമൂഹികം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു വ്യക്തികൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് പുലർത്തണം, ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹികമായിട്ട് വരുന്നത്. സാംസ്കാരികമാണെങ്കിലോ നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവയൊക്കെ നമ്മൾ നോക്കുന്നതാണ് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇവിടെ വന്നത് നമ്മൾ കൊച്ചിൻ്റെ അപ്പന് തോന്നി അവന് നൃത്തം ചെയ്യാൻ അറിയാം, അപ്പോൾ അവിടെ പാരമ്പര്യമായിട്ട് തന്നെ അവർക്കൊരു കഴിവ് വന്നു. അതുപോലെ തന്നെ പരിസ്ഥിതിയെല്ലാം അല്ലെങ്കിൽ നമ്മുടെ പര്യാവരണങ്ങളെല്ലാം അതിന് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ അവിടെ പാരമ്പര്യവും പരിസ്ഥിതിയുമായിട്ടുള്ള ഘടകങ്ങളാണ് അവിടെ അവനെ സഹായിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വേണ്ടത്. ഇനിയും താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ചെയ്തുകൊണ്ടോ, തെറ്റായ പ്രസ്താവനയാണ് ശരിയായിട്ട് ഓടിപ്പോല്. ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു. ശരിയല്ലേ പറഞ്ഞത്? ഗ്രേഡിങ്ങും സ്കോറിങ്ങും നമ്മൾ പഠിച്ചു അല്ലേ. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ABCD ഗ്രേഡ് കൊടുക്കുന്നതാണ്. സ്കോറിംഗ് നമ്മൾ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന 1, 2, 3, 4 തൊട്ട് 10 വരെ അല്ലെങ്കിൽ 99, 100 വരെയുള്ള സ്കോർ അതേപടി കൊടുക്കുക. ഇതിൽ ഗ്രേഡിങ് കുട്ടികളെ മൂല്യനിർണ്ണയം സഹായിക്കുന്നു. പറഞ്ഞ ശരിയാണ് അല്ലേ. ഗ്രേഡിങ് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഗ്രേഡിങ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു. മേളിൽ തന്നെ ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ, വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു, അതും ശരിയാണ്. ഇനിയും ഗ്രേഡിങ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുട്ടികൾ എത്രമാത്രം അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ എത്രമാത്രം കാര്യങ്ങൾ കുട്ടികൾ ഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് ഗ്രേഡിങ്, അതും ശരിയാണ്. അടുത്ത് നോക്കിയേ, ഗ്രേഡിങ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള മത്സരം ഉണ്ടാക്കുന്നു. അത് ശരിയാണോ? ഇപ്പോൾ 99 കിട്ടിയതിനും 95 കിട്ടിയതിനും 92 കിട്ടിയതിനും 91 കിട്ടിയതിനും എല്ലാം വരുന്ന ഏത് കാറ്റഗറിയിലാണ്? A+ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നോക്കി അവിടെ ഒരു അനാവശ്യമായിട്ടൊരു മത്സരമില്ല. പക്ഷേ നേരെ മറിച്ച് പണ്ടത്തെ സ്കോറിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 99കാരൻ 91കാരനെ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരാം, അവിടെ ഒരു വിഷമം ഫീൽ ചെയ്യുന്ന വരാം അല്ലേ. അല്ലെങ്കിൽ 100കാരനും 99കാരനുള്ള പ്രശ്നം, ഇതൊക്കെ സ്കോറിംഗ് ആണെങ്കിൽ നമുക്ക് എടുത്തറിയാം. പക്ഷേ ഗ്രേഡിംഗ് ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഒരു ഗ്രേഡിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ
ഫ്ലക്ച്വേറ്റിംഗ് അല്ല, അല്ലെങ്കിൽ വലിയൊരു തരംഗം അല്ലെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. എല്ലാം കുറേ പേരൊക്കെ ഒരേപോലെയുള്ള കാറ്റഗറിക്കകത്ത് വരും അല്ലേ. മിടുക്കരെല്ലാം ഒരേ കാറ്റഗറിക്കകത്ത് വരും, ആവറേജ് എല്ലാം ഒരേ കാറ്റഗറിക്കകത്ത് വരും. അങ്ങനെ നമുക്ക് കാറ്റഗറി വൈസ് നമുക്ക് പെട്ടെന്ന് കുട്ടികളെ മനസ്സിലാക്കാണ്ട് പറ്റുന്നതാണ് ഈ പറഞ്ഞ ഗ്രേഡിങ്. അതൊരിക്കലും കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള മത്സരം ഉണ്ടാക്കുന്നില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പക്ഷേ സ്കോറിംഗ് ആണെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള മത്സരം ഉണ്ടാകും കേട്ടോ, അതും ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം നമുക്കറിയാം, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിൽ നമുക്കറിയാം പാവ്ലോവ് എന്തിനെ വെച്ചുകൊണ്ട്, നമ്മുടെ പട്ടീനെ വെച്ചുകൊണ്ട് അല്ലേ ഉമ്മനീര് വന്ന പരീക്ഷണമാണ് പാവ്ലോവ് ചെയ്തത്. നമ്മൾ പഠിച്ചതാണ് പപ്പ വായേ പൂത്ത് അല്ലേ, പാവ്ലോവിൻ്റെ പട്ടി, വാട്സൻ്റെ എലി, തോണ്ടേക്കിൻ്റെ പൂച്ച എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്, കോഡൊക്കെ ഇട്ട് പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് ഈ അനുബന്ധനത്തിന് ശേഷം, അതായത് നമ്മൾ കണ്ടീഷനിങ് കഴിഞ്ഞു, അതിനുശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ നമുക്കറിയാം ഉമ്മനീര് ഓട്ടോമാറ്റിക്കലി വരും. അത് എന്തിന് എക്സാമ്പിളാണ്? ഇവിടെ നമുക്കറിയാൻ പറ്റേ അനുബന്ധനത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കണ്ടീഷനായിട്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ അനുബന്ധിതമായിട്ട് കൊടുത്ത ഒരു പ്രോസസ്സാണ് നമ്മുടെ ബെല്ല് എന്ന് പറഞ്ഞാൽ. അതിനൊരു പ്രതികരണം കിട്ടണമെങ്കിൽ എന്താണ്, നമ്മുടെ അനുബന്ധിക പ്രതികരണം അല്ലെങ്കിൽ കണ്ടീഷനിങ് റെസ്പോൺസ് ആണ് അവിടെ ഉണ്ടായതെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതായത് നമ്മുടെ അനുബന്ധനത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബെല്ലിൻ്റെ ശബ്ദം നമ്മുടെ പട്ടി കേട്ടപ്പോൾ അവിടെ ഉമ്മനീര് വന്നത് അത് അനുബന്ധിത പ്രതികരണമായിട്ടാണ് വന്നത്. ഇനി എന്താണ് അനുബന്ധനം ചെയ്യാത്ത ചോദകം എന്ന് പറഞ്ഞാൽ? അൺകണ്ടീഷണൽ സ്റ്റിമുലസ് പറഞ്ഞാൽ പട്ടി എപ്പോൾ ഇറച്ചിപ്പൊടി കണ്ടാലും വായിൽ നിന്ന് വെള്ളം വരും അല്ലേ. അതെന്താണ്, നമ്മുടെ പട്ടി ഇറച്ചിപ്പൊടി കാണുന്നതാണ് ഈ പറഞ്ഞ അനുബന്ധനം ചെയ്യാത്ത ചോദകമായിട്ട് അറിയപ്പെടുന്നത്. അനുബന്ധിത പ്രതികരണമാണെങ്കിൽ നമ്മൾ ബെല്ലടിപ്പിച്ചതിന് ശേഷം പട്ടീനെ അത് ട്രെയിനാക്കി, അതിനുശേഷം എപ്പം ബെല്ലടി കേട്ടാലും പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരും. അതൊരു അനുബന്ധിത പ്രതികരണമാണ്. ഇനി അനുബന്ധിതം ചെയ്യാത്ത പ്രതികരണം എന്ന് പറഞ്ഞാലോ, നമ്മളെപ്പം അല്ലേ പട്ടിയുടെ മുന്നോട്ട് ഇറച്ചിപ്പൊടി അല്ലെങ്കിൽ പട്ടിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എപ്പം നമ്മൾ കണ്ടാലും പട്ടി വാലാട്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് വായിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് നിർത്തും. അത് നമ്മളൊരു കണ്ടീഷനും ചെയ്യാതെ, പട്ടിയിൽ സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്, അൺകണ്ടീഷനായിട്ടുള്ളൊരു പ്രതികരണമാണ് ചെയ്തത്. ഇനി അനുബന്ധിത ചോദകം എന്ന് പറഞ്ഞാലോ, നമ്മൾ കൊടുക്കുന്ന ഇറച്ചിപ്പൊടി കേട്ടോ. അനുബന്ധിതമായിട്ടുള്ള ചോദകമാണ് നമ്മൾ കൊടുക്കുന്ന ഇറച്ചിപ്പൊടി, നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്ന ഇറച്ചിപ്പൊടി അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന മണിയച്ചി, ഇതൊക്കെ വരുന്നതാണ് ഇവിടെ അനുബന്ധിത ചോദകമായിട്ട് വരുന്നത്. അപ്പം ഇവിടെ കണ്ടീഷനായിട്ട് എന്തൊക്കെ, അൺകണ്ടീഷനായിട്ട് എന്തൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. മിക്കപ്പോഴും ഇങ്ങനത്തെ എക്സാമ്പിൾ ഇട്ടായിരിക്കും ചോദിക്കുന്നത്. അനുബന്ധനത്തിന് ശേഷം എന്താണ്, നമുക്കറിയാം അനുബന്ധിതമായിട്ടൊരു പ്രതികരണമാണ് നമ്മുടെ പട്ടി അവിടെ തന്നത്. ഇറച്ചിപ്പൊടി കൊടുത്തില്ലേ പോലും മണിയച്ച കേട്ടാൽ എന്താണ്, ഈ പ്രതികരണത്തിന് അത് ഒരു ഉമിനീർ സ്രവം തരും. അത് ഓർത്തിരിക്കണം, അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനിയും ബുദ്ധിമാനം 130 മുകളിലുള്ള കുട്ടി അറിയപ്പെടുന്നത് അറിയാമല്ലോ. 130 മുകളിൽ, 120 മുകളിലാണെങ്കിൽ തന്നെ ആരായിട്ട് മാറി, നമ്മുടെ ഗിഫ്റ്റ് ചിൽഡ്രൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിഭാസനായിട്ട് മാറി. ഇന്നലെ നമ്മൾ ആ ചാർട്ട് എടുത്ത് കാണിച്ചത് അല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ ബുദ്ധിമാനം അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോൺസ്റ്റൻറ്റ് IQ എന്ന് പറയുന്നത് 130 മുകളിലാണെങ്കിൽ ആ കൊച്ച് ആരായിരിക്കും, പ്രതിഭാസനായിരിക്കും അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിരിക്കും കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടല്ലോ ഒരു IQ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു എന്താ, നമ്മൾ ആവറേജ്, വെബ് ആവറേജും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ചാർട്ട് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി ബുദ്ധിപരിമിതിയുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എന്താണ് ഈ പറഞ്ഞ വൈകല്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടി, അതിന് പഠിക്കാനോ അങ്ങനെ വലിയ കഴിവില്ലാത്തൊരു കുട്ടിക്ക് പറയുന്നവരാണ് ബുദ്ധിപരിമിതിയുള്ള കുട്ടിക്ക് അത് വരുന്നത്. ഇനി ഓട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതൊരു വൈകല്യത്തിനകത്ത് വരും. നമ്മൾ ഈ പറഞ്ഞ ഇന്നലെ പറഞ്ഞ RPWD ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഡാർഫിസം വരത്തില്ല, ഓട്ടിസ്റ്റിക് വരും കേട്ടോ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികൾ നമുക്കറിയാമല്ലോ, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവുകളൊന്നുമില്ല. അതുപോലെ തന്നെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഇപ്പം വൈകല്യത്തിനകത്ത് വരുന്ന, പഠന വൈകല്യത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഡാർഫിസം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പൊക്കമില്ലായ്മ, അതാണ് ഡാർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. 130 മുകളിലുള്ളത് പ്രതിഭാതല്ലായിരിക്കും ആ കുട്ടി. ഇനിയും പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടോ. പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും അവൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരമ്പരാഗത രീതിയാണോ, ജീവിത കേന്ദ്രീകൃതമാണോ, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണോ, പാഠ്യപദ്ധതി കേന്ദ്രീകൃതമാണോ? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ എന്താണ്, നമ്മുടെ വിദ്യാർത്ഥി കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ് സെൻറ്റേഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കരിക്കുലം പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, പ്രവർത്തിച്ച് പഠിക്കുക എന്നതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത സമ്പ്രദായം. അത് പരമ്പരാഗത രീതി എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപക്ഷെ ഈ പറഞ്ഞ വ്യവഹാര രീതിയിൽ അടിസ്ഥാനമായിട്ടുള്ള അധ്യാപക കേന്ദ്രീകൃതമൊക്കെ ആകാം. പിന്നെ ജീവിത കേന്ദ്രീകൃതം,
ജീവിതത്തിൽ ആരാകണം, എന്താകണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ലൈഫ് സെൻറ്റേഡ് ആയിട്ട് പോകുന്നതാണ് ജീവിത കേന്ദ്രീകൃത ഉദ്ദേശിക്കുന്നത്. ഇനി പാഠ്യപദ്ധതി സെൻറ്റേഡ് എന്ന് വെച്ചാൽ നമ്മുടെ പാഠ്യപദ്ധതി രൂപീകരണം. നമ്മൾ കുറേ വട്ടം പറഞ്ഞില്ലേ, നമ്മുടെ എന്താണ് പ്രവർത്തനാധിഷ്ഠിതം, അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നാധിഷ്ഠിതം, ഇതൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഈ പാഠ്യപദ്ധതി കേന്ദ്രീകരണത്തിൽ. ഇവിടെ ഉണ്ടോ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. അവൻ്റെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായിട്ടുള്ള രീതി ഉണ്ടോ? ഒന്ന് ക്ലാസ് മുറിയിൽ വേണം, രണ്ട് കളിസ്ഥലത്ത് വേണം. ഇവിടെ രണ്ടിടത്തും ഒരുപോലെ പ്രയോഗിക്കാൻ പറ്റുന്ന എന്താണ് ഒരു അധ്യാപക ഫലപ്രദമായിട്ടുള്ള രീതി, കുട്ടികളുടെ പെരുമാറ്റം പഠിക്കണം, കുട്ടികളുടെ ബിഹേവിയർ പഠിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള രീതിയാണ്. ഇൻ്റർവ്യൂ നടത്തുകയാണോ, മനഃശാസ്ത്രമായിട്ടുള്ള ടെസ്റ്റ് നടത്തുകയാണോ, നിരീക്ഷിക്കുകയാണോ, റേറ്റിംഗ് സ്കെയിലാണോ? സിമ്പിളായിട്ട് ഉത്തരം പറയും അല്ലേ. ക്ലാസ് മുറിക്കകത്തും ക്ലാസ് മുറിക്ക് പുറത്തും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അല്ലേ, കുട്ടികളുടെ വ്യവഹാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിരീക്ഷണം. അത് പ്രത്യക്ഷമാകാം, പരോക്ഷമാകാം അല്ലേ. മിക്കപ്പോഴും നമ്മൾ പരോക്ഷ നിരീക്ഷണമാണ് നടത്തുന്നത്. അതായത് കുട്ടികളെ നമ്മൾ വാച്ച് ചെയ്യും അല്ലേ, ഞാൻ അവിടെ കണ്ടല്ലോടാ എന്നാണ് ചോദിക്കുന്നത് അല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ, ക്ലാസ്സിൽ ചെന്നാൽ നമ്മൾ ചെയ്യുന്നതാണ്. കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുക, അവനെന്തായാലും ഇൽനെസ് ഉള്ള, ഇപ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള കുട്ടി നമ്മൾ പെട്ടെന്ന് ഡല്ലായിട്ട് നമ്മൾ ഉടനെ ചോദിക്കും അല്ലേ, എന്താ പ്രശ്നം ചോദിക്കും, അല്ലെങ്കിൽ തലവേദനയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, വരുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ നോക്കണം, ക്ലാസ് മുറിയിലും അതിന് പുറത്തും കളിസ്ഥലത്തുമൊക്കെ കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുവാനായിട്ട് അധ്യാപകൻ സ്വീകരിക്കാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള രീതിയാണ് നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ. അഭിമുഖം രണ്ട് പേർ തമ്മിൽ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ്. മനഃശാസ്ത്ര ടെസ്റ്റ് നമുക്കറിയാലോ, നമ്മുടെ ഈ റോഷ ഇങ്ക്ബോർഡ് ടെക്സ്റ്റും അതുപോലെ തന്നെ ചിൽഡ്രൻസ് അപ്രന്റീസ് ടെസ്റ്റും ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അതൊരിക്കലും നമുക്ക് ഈ പറഞ്ഞ ക്ലാസ് മുറിക്കും കളി സ്ഥലത്തും പോയി എപ്പോഴും യൂസ് ചെയ്യാൻ നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ റേറ്റിംഗ് സ്കെയിൽ നമുക്കറിയാലോ, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ, എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. അത് നമുക്ക് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഒരുമിച്ച് പോയി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ മുറിക്കും അതിന് പുറത്തും കുട്ടികളുടെ പെരുമാറ്റം നടക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് റേറ്റിംഗ് സ്കെയിൽ ഇടുന്ന കാര്യം ശരിയല്ല. കാരണം പെരുമാറ്റത്തെ പറ്റി പറയുമ്പം നീ ഒരു നല്ല കൊച്ചാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും തന്നെ ആണ് എന്നുള്ളത് ടിക്ക് ചെയ്തുള്ളൂ അല്ലേ, ശരിയാണെന്നുള്ളത് ടിക്ക് ചെയ്തുള്ളൂ. ആരും അങ്ങനെ അല്ല എന്ന് ടിക്ക് ചെയ്തില്ല അല്ലേ. അല്ലെങ്കിൽ നിന്നിൽ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ, നീ വഴിക്കൂടി വരുമ്പോൾ ഒരാളെ സഹായിക്കും, ഇതൊക്കെ ചോദിച്ചാൽ എന്താണ്, ഒരാളെപ്പോഴും അവരുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തയിൽ അല്ലെങ്കിൽ അവരെ കുറച്ച് കാണിക്കാത്ത രീതിയിൽ മാത്രമേ എപ്പോഴും ആൻസറിലേക്ക് പോകത്തുള്ളൂ ഈ റേറ്റിംഗ് സ്കെയിലകത്ത്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഫലപ്രദമായിട്ട് കിട്ടത്തില്ല. നേരെ മറിച്ച് നമ്മൾ തന്നെ കുട്ടികളെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ വ്യവഹാര മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയറൽ ചേഞ്ചുകൾ, അവൻ്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഒരാളെ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹതാപത്തിൽ അവനും പങ്കുകാരാകുന്നുണ്ടോ, അവരുടെ സന്തോഷത്തിൽ ഇവനും പങ്കു ചേരുന്നുണ്ടോ, ഒരാൾ പഠിക്കാതിരുന്നാൽ അവനെ പഠിപ്പിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായി ആവിഷ്കരിക്കുന്നത്? ഏതിലാണ്? അയോണിക് സ്റ്റേജ് അഥവാ ബിംബന ഘട്ടത്തിൽ അല്ലേ. നമ്മുടെ വസ്തുക്കളെ ഓരോരോ രൂപങ്ങളായിട്ട്, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ 3 വശങ്ങൾ, റെക്റ്റാങ്കിൾ ആണെങ്കിൽ 4 വശങ്ങൾ, 2 വശങ്ങൾ പരസ്പരം തുല്യം, സ്ക്വയർ ആണെങ്കിൽ എല്ലാ വശങ്ങളും തുല്യം, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി, ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കുട്ടികൾ എന്താണ്, അതിനെ ബിംബന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, ബ്രൂണറുടെ അഭിപ്രായത്തിൽ വസ്തുക്കളെ അതിൻ്റെ രൂപങ്ങളായി അല്ലെങ്കിൽ ബിംബങ്ങളായി ആവിഷ്കരിക്കുന്നത് ബിംബന ഘട്ടത്തിലാണ്. ഓർത്തിരിക്കും കേട്ടോ. നമ്മുടെ ബ്രൂണർ 3 ഘട്ടങ്ങളാണുള്ളത് അല്ലേ. എന്താണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. പ്രവർത്തന ഘട്ടത്തിൽ കുട്ടികൾ പ്രവർത്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. ബിംബന ഘട്ടത്തിൽ പ്രവർത്തിച്ച് വന്ന കാര്യങ്ങളെ അവർ ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ പിക്ചേഴ്സിലൂടെയൊക്കെ ഓർത്തിരിക്കാൻ ശ്രമിക്കും. മൂന്നാമത് പ്രതിരൂപാത്മക ഘട്ടം, കുട്ടികൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എഴുതുവാൻ, പഠിക്കുവാൻ, ഇക്വേഷൻസ്, സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ കിട്ടുന്ന കാര്യമാണ് ഈ പറഞ്ഞ ബിംബന നമ്മുടെ പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രൂണറുടെ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ഈ 3 ഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നതെന്നും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഈ 3 ഘട്ടത്തിലൂടെയാണ് നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് നമ്മുടെ ജെറോമസ് ബ്രൂണർ അഭിപ്രായപ്പെടുന്നത് കേട്ടോ. ഈ പ്രതിരൂപാത്മക ഘട്ടം, ബിംബന ഘട്ടം, യാഥാസ്ഥിതികാനന്തര ഘട്ടം, നമ്മൾ ഈ പറഞ്ഞ പ്രീ കൺവെൻഷനും പോസ്റ്റ് കൺവെൻഷനും, ഇത് നമ്മളിപ്പോൾ കണ്ട പിയാഷയുടെ കാര്യത്തിൻ്റെ അകത്തുള്ളതാണ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജും പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജും കൺവെൻഷണൽ സ്റ്റേജും ഒക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, ബ്രൂണർ ആണെങ്കിൽ ബിംബന ഘട്ടം, പ്രവർത്തന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം കേട്ടോ.
പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിഫലനം. അവിടെ രൂപങ്ങളെ മനസ്സിൽ ആവിഷ്കരിച്ചുകൊണ്ട് കുട്ടികൾ ഒരു കാര്യം പുതിയതായിട്ട് കാണുമ്പോൾ അതിനെ ആവിഷ്കരിക്കുന്ന രീതിക്ക് പറയുന്നവരാണ് ബിംബനഘട്ടം. 3 രീതിയിലൂടെയാണ് കുട്ടികൾ ഒരു കാര്യം പഠിക്കുന്നതാണ് ജെറോം സ്പ്രൂണർ അഭിപ്രായപ്പെട്ടത്. അത് പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിഫലനഘട്ടം. ഇതാണ് നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻ. എല്ലാം തന്നെ എളുപ്പമായിരുന്നു അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെ എളുപ്പമായിരുന്നു. 2 ക്വസ്റ്റ്യൻ ഇവിടുന്ന് ക്യാൻസലായിപ്പോയി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടപാടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാർക്ക് ചെയ്താൽ മാർക്ക് കിട്ടും കേട്ടോ. ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാർക്ക് ചെയ്ത് നമുക്ക് മാർക്ക് ഷുവറാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. വൈകുന്നേരം നമുക്ക് ഈ മാത്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മാത്സ് എളുപ്പമാണ്. ഇതിൻ്റെ അകത്തുള്ള മാത്സ് നമ്മൾ ചെയ്ത മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുപിടിക്കാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരം കണ്ടുപിടിച്ചുകൊണ്ട് പോവുക. നമുക്ക് എന്താണ് മാത്സിൻ്റെ ആൻസർക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. വൈകിട്ട് കാണാം കേട്ടോ.